പെസഹായുടെ തിരുദിനങ്ങളിലെ ഏറ്റവും നിശബ്ദമായ ദിനം. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ വാക്കുകളിൽ ദൈവീക നിശബ്ദതയുടെ ദിനമാണ് ദുഃഖശനി. അതിന് കാരണം ദുഃഖവെള്ളിയുടെ സങ്കടങ്ങളിലും ഉത്ഥാനത്തിൻ്റെ സന്തോഷങ്ങളിലും ധാരാളമായിട്ടുള്ള ആളുകൾ നമ്മളോട് ഒപ്പമുണ്ടായിരിക്കാം. ഇതൊരു വലിയ മാനസികാവസ്ഥയാണ്. ദുഃഖവെള്ളിക്കിടയിലെ ഉത്ഥാനത്തിനിടയിലെ അതിസങ്കീർണമായിട്ടുള്ള ഒരു ദിനം. ഈ ദിനത്തിൻ്റെ വേദനകളോ ഈ ദിനത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ മറ്റൊരു ദിവസമോ മറ്റൊരാൾക്കോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് നമ്മൾ കടന്നു പോകേണ്ട ഒരവസ്ഥയാണ്. ഒരുപക്ഷെ ഉത്ഥാനത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ല. പക്ഷെ ഉത്ഥാനത്തിന് മുമ്പ് ഈ ഒരു ദിവസം വലിയ ഒരു ബുദ്ധിമുട്ടും വലിയ ഒരു വേദനയുമാണ്. സ്ലീഹന്മാർ ഒരു വലിയ ആശങ്ക അനുഭവിച്ച ദിനമാണ്. കാരണം ഈശോയോട് കൂടെയായിരുന്ന നാടുകളിൽ നിന്നും വീണ്ടും തങ്ങളുടെ പഴയ തൊഴിലിടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് കാരണം ഈ ദിനത്തിൻ്റെ വലിയ മാനസികമായിട്ട് വെല്ലുവിളികളും സങ്കീർണതകളുമാണ്. നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ കഠിനമായിട്ടുള്ള മാനസിക വേദനകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ആർക്കും നമ്മുടെ സങ്കടങ്ങളെയോ ആർക്കും നമ്മുടെ ബുദ്ധിമുട്ടുകളെയോ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകാറുണ്ട്. അത്തരം വേദനകളുടെ മധ്യേയും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കുരിശ് അവസാനമില്ല. ഉത്ഥാനത്തിൻ്റെ വലിയ പ്രകാശം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം.